മതാന്ധതയുടെ പ്രൗഢിയാർന്ന കേരളത്തിലെ ഇരയാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ യാഥാർത്ഥ്യം ഗ്രീൻ ബുക്സിൻ്റെ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഗ്രീൻ ബുക്സ് ഇറക്കിയിട്ടുള്ള പ്രണയത്തെക്കുറിച്ച്, പ്രണയത്തിന്റെ രാജകുമാരി എന്ന പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മുന്നിലുള്ള വസ്തുതകളാണ്. അത് ഓരോന്നും എടുത്ത് നമുക്ക് പരിശോധിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ ആവിഷ്കാരങ്ങളെല്ലാം അതുപോലെ അതിനോട് ചേർന്ന് നിൽക്കാവുന്ന ഒരു ആവിഷ്കാരമായി തന്നെ കമലിന്റെ സിനിമയെ കൂട്ടിയാൽ പോരെ. എന്തിനാണ് കമാലുദ്ദീൻ 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 എന്ന് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞ് ആ വർഗീയത കൃത്യമായി അവതരിപ്പിക്കുന്നത്? ഞാൻ നേരത്തെ താങ്കളോട് സൂചിപ്പിച്ചു, അദ്ദേഹം സിനിമയുടെ പേരിൽ തന്നെ മുസ്ലിം സംഘടനകളിൽ നിന്നും ഇതേ തരത്തിലുള്ള എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ്. കമാലുദ്ദീൻ എന്ന് പറയാനുള്ള കാരണം, കമാലുദ്ദീൻ എന്ന ഉള്ളിലത്തെ അദ്ദേഹത്തിൻ്റെ വർഗീയതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നരാധമൻ എന്ന് വിളിപ്പിച്ചത്. എന്തടിസ്ഥാനത്തിലാണ്? മോദിയോടുള്ള വിമർശനത്തെ മോദിക്കെതിരായ വിമർശനത്തെ തീർച്ചയായും ഒരു സംഘടന എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് എതിർക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. അത് അദ്ദേഹത്തിന്റെ സൃഷ്ടിയോടുള്ള എതിർപ്പ് കൂടിയാവുന്നത് വിചിത്രമായി തോന്നുന്നു. അദ്ദേഹത്തിന്റെ സൃഷ്ടിയോട് ഒരു എതിർപ്പും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം, ഒരു നേതാവും ആഹ്വാനം ചെയ്യാതെ, എവിടെയോ നടക്കുന്ന ആക്രമണങ്ങൾ എന്ന് താങ്കൾ പറഞ്ഞ ആ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരാണ്. അതുകൊണ്ട് ആ ആക്രമണം ആരുടേതാണ്, എവിടെ നിന്നാണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മാധ്യമപ്രവർത്തകരെങ്കിലും കുറഞ്ഞ പക്ഷം അംഗീകരിച്ചു തരില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം പി രാജേഷ്, ഇന്നലെ ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ, അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇന്നലത്തെ ചർച്ചയാണ്, വേണുവിന്റെ വാക്കുകളാണ്. അതും കൂടി ഹർഷൻ കേൾക്കണമെന്ന് പറയുവാൻ ഞാൻ തിരിച്ചു വരാം. ശ്രീ എം പി രാജേഷ്, ഒരേ സമയം ഇപ്പോൾ ഗസൽ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ മുസ്ലിം സംഘടനകളാണ് കമലിനെ വിമർശിച്ചത്. ഇതിപ്പോൾ നേരെ എതിർവശമാണ്, മറ്റൊരു തരത്തിലാണ്. ഇവിടെ രൂക്ഷമായ വർഗീയത തന്നെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത്, ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നത്. ഇത്രയൊക്കെ വിമർശിക്കപ്പെടാൻ, നരേന്ദ്രമോദിക്കെതിരായ വിമർശനത്തെ രാഷ്ട്രീയമായി സംഘപരിവാർ നേരിടട്ടെ, BJP നേരിടട്ടെ, അതിൽ തെറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെ കൂടി വിമർശിക്കത്തക്ക തരത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയെയും ഓരോ ചെയ്തിയെയും അദ്ദേഹത്തിൻ്റെ ഓരോ ഇടപെടലുകളെയും വിമർശിക്കത്തക്ക തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ തടയത്തക്ക തരത്തിലേക്ക് വളരുമ്പോഴല്ലേ അതിനെ ഫാഷിസം എന്ന് വിശേഷിപ്പിക്കേണ്ടത്? നേരത്തെ പൂർത്തിയാക്കാൻ ഹർഷൻ അനുവദിച്ചില്ല. ഹർഷൻ്റെ നീണ്ട ചോദ്യത്തിന് അത്രയും സമയമെങ്കിലും ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത്, വിഗതകുമാരനിലെ നായിക റോസി ദളിതായതുകൊണ്ട് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ആമിയിലെ നായിക, അതാരുടെ കഥയാണെന്ന് പറയുന്നത് മാധവിക്കുട്ടി, മതം മാറിയത് കൊണ്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മഞ്ജു വാര്യർക്ക് സിനിമയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുമെന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 87 വർഷത്തിന് ശേഷം വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് അതിവേഗത്തിൽ നടക്കുകയാണ് എന്നുള്ളത്. അത് ചിലരെ പൊള്ളിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, കമലിനെ എങ്ങനെയാണ് മുസ്ലിം വർഗീയവാദികൾ വേട്ടയാടിയത് എന്ന് ആവർത്തിച്ച് ഹർഷൻ ഓർമ്മിപ്പിച്ചിട്ടും അതിൽ നിന്ന് വിദഗ്ധമായിട്ട് തെന്നിമാറുന്നത് കണ്ടു. രണ്ട് വർഗീയവാദികളും ഒരേ തൂവൽ പക്ഷികളാണ്. സംഘപരിവാറും ഇന്ത്യയിലെ മുസ്ലിം മത തീവ്രവാദികളും ഒരേ തൂവൽ പക്ഷികളാണ്. രണ്ട് കൂട്ടരും ഇത് തന്നെയാണ് കലാകാരന്മാരോട്, ബുദ്ധിജീവികളോട് ലോകത്താകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല, ലോകത്താകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. കമലിനെ അന്ന് എതിർത്തപ്പോൾ കമൽ വർഗീയവാദിയാന്ന് ഇവർക്ക് തോന്നിയില്ല. ഞാൻ ഇത് ആലോചിച്ച് നോക്കുകയാണ്. ഒരു 10 വർഷം മുമ്പത്തെ കേരളത്തിലിരുന്ന് ഇപ്പോൾ കമലിനെ കുറിച്ച് ഈ മാധ്യമത്തിലൂടെ ഇപ്പോൾ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, മനംപുരട്ടലുളവാക്കുന്ന, അറപ്പ് തോന്നിപ്പിക്കുന്ന, ഒരുപക്ഷെ ഛർദ്ദിക്കാൻ തോന്നുന്ന തരത്തിലുള്ള വാക്കുകൾ ഒരു കൂസലുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ഇങ്ങനെ പ്രയോഗിക്കാൻ 10 വർഷം മുമ്പ് ഇതേ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾക്ക് കഴിയുമായിരുന്നില്ല. ഇപ്പോൾ അത്തരമൊരു അന്തരീക്ഷം, അസഹിഷ്ണുതയുടെ, വെറുപ്പിൻ്റെ, പകയുടെ, ശത്രുതയുടെ ഒരു അന്തരീക്ഷം വളർത്തിയെടുത്തിരിക്കുകയാണ്. അതിനെ ആളിക്കത്തിക്കാൻ വേണ്ടിയാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു ആ വാക്കുകൾ ഊസലില്ലാതെ പ്രയോഗിക്കുന്നത് ആലോചിച്ചിട്ട്. ഞാൻ പറഞ്ഞത്, രണ്ട് വർഗീയവാദികളും ഇതേ വാക്കുകൾ കൊണ്ടാണ്, ഇതേ ശൈലിയിലാണ്, ഒരേ ആയുധങ്ങൾ കൊണ്ടാണ് കലാകാരന്മാരെ, അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആക്രമിക്കുന്നത്.
തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ 14ഓളം ബ്ലോഗ് എഴുത്തുകാരെയാണ്, പുസ്തക പ്രസാധകരെയും ഒക്കെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നിട്ടുള്ളത്. ഇവിടെ ധാബോൽക്കർ മുതൽ കൽബുർഗി വരെയുള്ളവരുടെ അനുഭവമുണ്ട്. ഇപ്പോൾ അനന്തമൂർത്തിയും MTയും കമലുമെല്ലാം അതിൻ്റെ ഇരകളാണ്. രണ്ടു കൂട്ടരും ഒരേ തൂവൽ പക്ഷികളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കമലിനോടുള്ള ഇവിടെ പലരും പറഞ്ഞില്ലേ, കമലിന്റെ പേര് നമുക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കമലിന്റെ പേര് ഇതാണെന്ന്. കാരണം അദ്ദേഹത്തിന്റെ സ്വത്വം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മതപരമായ സ്വത്വം പോലും ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ മുസ്ലിം വർഗീയവാദികളും അദ്ദേഹത്തെ ആക്രമിച്ചത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ പേര് സ്വീകരിച്ചത്. അപ്പോൾ മതപരമായിട്ടുള്ള ഒരു സ്വത്വബോധവും ഉയർത്തിപ്പിടിക്കാതിരുന്ന ഒരാളെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് അടിച്ചേൽപ്പിച്ച് അദ്ദേഹത്തിന്റെ മേലൊരു മതസ്വത്വം ആരോപിക്കുകയും അദ്ദേഹത്തെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്നു. മഞ്ജു വാര്യരെ നേരിട്ട് ആക്രമിക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് അതൊരു വീണ്ടും വിചാരം കൊണ്ടാണ് പറഞ്ഞത് മഞ്ജു വാര്യരെ വാഴ്ത്തുന്നു. തൊട്ടടുത്ത വാചകത്തിൽ ഏറ്റവും ഹീനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കമലിനെ ഭീഷണിപ്പെടുത്തുക ശരിക്കും ചെയ്തത്. ഇപ്പോൾ ടെലിവിഷൻ ചാനലിലൂടെ ഭീഷണിപ്പെടുത്തുക ചെയ്തത് ഇന്നലെ എതിർത്തു, ഇന്നും എതിർത്തു, നാളെയും എതിർക്കും എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണിയാണ്. അത് ഒരു വളഞ്ഞ വഴിയിലുള്ള ഇത്തരത്തിലുള്ള കുബുദ്ധിയാണല്ലോ പ്രയോഗിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ സംഘടിതമായിട്ട് പ്രചരിപ്പിക്കുക, എന്നിട്ട് ചോദിക്കുക ആര് ചെയ്തു, ഞങ്ങളെപ്പോൾ ചെയ്തു, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുക. ഇപ്പോൾ മഞ്ജു വാര്യര് വളരെ മഹത്തായിട്ടുള്ള മഹതിയാണ്, വലിയ നടിയാണ്, പക്ഷേ ഇവനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ അത് മഞ്ജു വാര്യർക്ക് കൂടിയുള്ള സന്ദേശമാണ്. കമലിന്റെ സിനിമയിൽ നിങ്ങൾ അഭിനയിക്കാൻ വന്നാൽ നിങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന സന്ദേശം നൽകുകയാണ്. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അനേകം കൈകളുള്ള ഒരു നീരാളിയാണ്. അതുപോലെ അനേകം നാക്കിൽ സംസാരിക്കുന്ന ഒന്നാണ്. അനേകം നാക്കുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ സൈബർ ഗുണ്ടാപ്പടയെ ഇറക്കിയിട്ട് ഇതിനെല്ലാം ആക്രമണം നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം, മിണ്ടിയില്ലല്ലോ, ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. തെളിവുകൾ ഇന്ന് സമൂഹ മധ്യത്തിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് എത്ര ഹീനമായിട്ടുള്ള വർഗീയ പ്രചരണവും കലാപാഹ്വാനവുമാണ് നൽകിയത് എന്നതിന്റെ തെളിവുകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഒന്നും മിണ്ടുന്നില്ലല്ലോ, അതിനെക്കുറിച്ച് എന്ന കേസ് കൊടുത്തൂടെ? മിണ്ടുന്നില്ലല്ലോ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവര് പറയുകയാണ് അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, ഈ ആക്രമണങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഏത് കാര്യത്തിലാണ് ഇവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? ഒരുതരം അധോലോക സംഘത്തെ പോലെ കേരളത്തിൽ സംഘപരിവാർ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും സംഘപരിവാർ ആ നിലയ്ക്ക് സാംസ്കാരിക ഫാസിസത്തിന്റെ യുദ്ധമുഖം തുറക്കുന്നു എന്നത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.